ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു അടയുണ്ടാക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് ഗോതമ്പ് പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിക്കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമ്മളിത് അടയുണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടും. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കണ്ട. നമ്മൾ വാട്ടി കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഓരോ ബോൾസും ഞാൻ ചപ്പാത്തി പ്രസ്സിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയിട്ടുള്ളത്. എന്നിട്ട് വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന രീതിക്ക് വേണം ഇലയട അടുക്കി വെക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇലയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളാണ്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്